നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ എക്സാം ആയിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ 059/2020 മെയിൻസ് എക്സാം എന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഡിഗ്രി ലെവൽ മെയിൻസ് ആണേ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ക്യൂ ആണ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം വായിക്കുക. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായ കാലക്രമം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് കുറിച്യ കലാപം, കുണ്ടറ വിളംബരം, പഴശ്ശി കലാപം, മലബാർ കലാപം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്ന ഏതാണ്. ആദ്യം വരുന്നത് നമുക്കറിയാം പഴശ്ശി കലാപമാണ് ആദ്യം വരുന്നത്. രണ്ടാമത് വരുന്ന ഏതാണ്? കുണ്ടറ വിളംബരമാണ്. മൂന്നാമത് വരുന്നത് കുറിച്യ കലാപമാണ്. നാലാമത് വരുന്നതാണ് മലബാർ കലാപം അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആദ്യം വരേണ്ടത്. 3, 2, 1, 4 അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഡി എഴുതിയവർക്കാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇത് ക്വസ്റ്റ്യൻ കോഡ് എ ആണേ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നാനാ സാഹിബ് ചേരുംപടി ചേർക്കാന്നാണ്. നാനാ സാഹിബ്, കൻവർ സിംഗ്, ഷാമൽ, അതുപോലെ തന്നെ മൗലവി അഹമ്മദുള്ള ഉണ്ട്, അതുപോലെ തന്നെ ഓറയുണ്ട്, കാൺപൂർ ഉണ്ട്, ഫൈസാബാദ് ഉണ്ട്, അതുപോലെ തന്നെ ബറൌട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? ചേരുംപടി ചേർക്കാന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ചേരുംപടി ചേർത്ത് നോക്കിയേ. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നാനാ സാഹിബ്. നാനാ സാഹിബ് നമുക്കറിയാം കാൺപൂരാണ് നാനാ സാഹിബ് ഉള്ളത്. അതുപോലെ തന്നെ കൻവർ സിംഗ് ആണെങ്കിലോ, കൻവർ സിംഗ് നമുക്കറിയാം ഓറയാണ് കൻവർ സിംഗ്. ഓക്കെ, ഷാമാൽ ആണെങ്കിലോ, ഷാമാൽ നമുക്കറിയാം ബറൌട്ട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബറാത്ത് എന്നൊക്കെ പറയും. മൗലവി അഹമ്മദുള്ള ആണെങ്കിൽ ഫൈസാബാദ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻ രണ്ടാമത്തെ മാർക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഓപ്ഷൻ ബി എഴുതിയവർക്കാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ കണ്ടല്ലോ, ഇന്ത്യയിലെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2, 3 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ സിന്ധു നദീതട സംസ്കാര സ്ഥലമായിട്ടുള്ള ധോലവീരയെ യുനെസ്കോയിലെ 2021 ലോക പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2021 വരെയുള്ള യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 40 സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ഈ 2 പോയിന്റുകൾ മാത്രമാണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നാലാമത്തെ ചോദ്യം കണ്ടല്ലോ. നാലാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെ കുറിച്ച് പ്രസ്താവനകൾ ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് മാർക്ക് ചെയ്യേണ്ടത്. ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. ശരിയാണ്. റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിൻ്റെ ഒരു ചെറിയ കാലയളവാണ് സൈദ് എന്ന് പറയുന്നത്. ശരിയാണ്. ഖാരിഫ് സീസൺ പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായി ഒത്തുപോകുന്നു എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ് അല്ലേ. അടുത്ത് ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ ഏത് തരം പാറകളാണ് അവയുടെ ഉദാഹരണവുമായി ശരിയായി പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആഗ്നേയ ശില വരുന്നുണ്ട്, അവസാദ ശില വരുന്നുണ്ട്, രൂപാന്തര ശിലകൾ വരുന്നുണ്ട്, ബസാൾട്ട്, സ്റ്റേറ്റ്, മാർബിളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്ന പോയിന്റുകൾ? ഏതൊക്കെയാണ്? 1, 3 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. അതുപോലെ തന്നെ രൂപാന്തര ശിലയ്ക്ക് ഉദാഹരണമാണ് എന്ത്? നമ്മുടെ മാർബിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി എഴുതിയവർക്കാണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം 2022 ഫെബ്രുവരിയിൽ EOS 04 എന്ന് പറയുന്ന നമ്മുടെ ഭൂനിരീക്ഷണ ഉപഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് PSLV-C52 വിജയകരമായി വിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? നമ്മൾ കഴിഞ്ഞ ദിവസം കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോയിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പറയുന്നവയെല്ലാം ഇതുമായിട്ട് ശരി ഉത്തരമായിട്ട് വരുന്നതാണ്. ഉപഗ്രഹമായിട്ടുള്ള EOS 04 പ്രവർത്തനമാക്കിയത് UR റാവു ഉപഗ്രഹ കേന്ദ്രം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകുന്നതിന് രൂപകൽപ്പന ചെയ്ത റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് എന്ത്? EOS 04. വാഹനം 2 ചെറിയ ഉപഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് 3 എന്ത് തന്നെയാണ്? ശരി ഉത്തരമായിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ഏഴാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്ന് ചോദിച്ചാൽ 1, 2, 3 ആണ് വരേണ്ടത്. സർക്കാരിന് ഉയർന്ന ധനക്കമ്മി ഉണ്ടായിരുന്നു, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടായിരുന്നു, കുറഞ്ഞ വിദേശ നാണയ കരുതൽ ശേഖരം എന്തുണ്ടായിരുന്നു? നമ്മുടെ 1990 ഇതാണ് നമ്മുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് അല്ലെങ്കിൽ ലിബറലൈസേഷന് കാരണമായിരുന്നത്. അതുപോലെ തന്നെ ഹെഡ് കൗണ്ട് അനുപാതം എന്നത് എന്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യമാണ് അല്ലേ. ഇത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. ഹെഡ് കൗണ്ട് റേഷ്യോ നമ്മുടെ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ടേമാണ്. 2020-2021 സാമ്പത്തിക സർവേ പ്രകാരം മഹാമാരിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കുറവായി ബാധിച്ചത് ഏത് മേഖലയെന്ന് വെച്ചാൽ കാർഷിക മേഖലയാണ്. നമുക്കറിയാം കോവിഡ് സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ
പോയിക്കൊണ്ടിരുന്നത് കാർഷിക മേഖല മാത്രമായിരുന്നു. ഉയർന്ന വളർച്ചാ നിരക്കും ആ സമയത്ത് കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിരുന്നു. ടിക് എന്നത് എന്തിൻ്റെ വെക്ടറാണെന്ന് ചോദിച്ചാൽ എന്താണ്? ലൈം ഡിസീസ് അല്ലേ, ലൈം ഡിസീസിൻ്റെ വെക്ടറാണ് എന്ത്? ടിക്ക് എന്ന് പറയുന്നത് കേട്ടോ. ടിക്ക് ഓപ്ഷൻ എ ആണ്. 10ാമത്തെ ചോദ്യത്തിൻ്റെത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്നത് എന്തിൻ്റെ ലക്ഷ്യമാണെന്ന് ചോദിച്ചാൽ ആർദ്രം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യമാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ COVID-19 വാക്സിനേഷൻ ആരംഭിച്ചതെന്നാണ്. 16/1/2021 എന്ത് ചെയ്യുന്നത്? COVID-19 വാക്സിനേഷൻ ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. 16/1/2021 എന്ത് ചെയ്യുന്നത്? കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുന്നത്. താഴെ പറയുന്നവയിൽ ദൃശ്യപ്രകാശത്തിന് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ അല്ലാത്ത എന്ന് ചോദിച്ചാൽ ഇതിൽ സോഡിയവും റുബീഡിയവും ലിഥിയവും ഒക്കെ ഫോട്ടോ സെൻസിറ്റീവ് ആണ്. പക്ഷേ കാഡ്മിയം എന്തല്ല? ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ അല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. 14ാമത്തെ ചോദ്യം, 2022 ഫെബ്രുവരി 14 ISROയുടെ PSLV C-52 റോക്കറ്റ് വിക്ഷേപിക്കാത്ത ഉപഗ്രഹം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതിൽ PSLV C-52 വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളാണ് EOS-04, അതുപോലെ INS 2TD, അതുപോലെ തന്നെ ഇൻസ്പയർ സാറ്റ്-1. പക്ഷേ അതിനകത്ത് ഈ CMS-04 എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉൾപ്പെടുന്നില്ല. ഇതിൻ്റെ ശരി ഉത്തരം 14 ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 15ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ജലീയ ലായനത്തിൽ ലിഥിയം സീസിയത്തേക്കാൾ ശക്തമായി കുറയ്ക്കുന്ന ഏജന്റാണ്. അതിൻ്റെ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ലിഥിയം അയോണിൻ്റെ ജലാംശം കൂടുതലാണെന്ന് പറയുന്നതാണ്. 16ാമത്തെ ചോദ്യം, 2021 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് WD മാക്മില്ലനും സംയുക്തമായി നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അസമമായിട്ടുള്ള ഓർഗനോ കാറ്റലിസ്റ്റിൻ്റെ വികസനം. ഓർഗനോ കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാറ്റലിസ്റ്റ് അല്ലേ, ഉൾപ്രേരകം. ഓർഗനോ കാറ്റലിസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് W മാക്മില്ലനും എന്ത് ചെയ്യുന്നത്? നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ നോബൽ സമ്മാനത്തിൻ്റെ ക്ലാസ്സിനായിട്ട് നോബൽ പ്രൈസ് 2022 നോളജ് ഫാക്ടറി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. ആ ക്ലാസ് കണ്ടാൽ വളരെ അടിപൊളി കോഡുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിമ്പിളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, 17ാമത്തെ ചോദ്യം, മഹാനായിട്ടുള്ള ജർമ്മൻ എഴുത്തുകാരൻ്റെ WD ഡബോൾഡിൻ്റെ സ്മരണയ്ക്കായിട്ട് വിശിഷ്ട എഴുത്തുകാരി ശ്രീമതി അരുന്ധതി റോയ് നടത്തിയ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ടായിരുന്നു ഇൻ വാട്ട് ലാംഗ്വേജ് ദിസ് ഈസ് എ റിയൽ ഫാൻ ഓഫ് ടോർമിറ്റ് സ്ട്രീറ്റ്. ഈ പരിഭാഷണത്തിൻ്റെ വാചകം ഉൾപ്പെടുത്തിയ അരുന്ധതി റോയിയുടെ കൃതിയുടെ പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആസാദി എന്നാണ് അരുന്ധതി റോയിയുടെ കൃതി. അപ്പോൾ അരുന്ധതി റോയിയുടെ കൃതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു സാധനമാണ് ഈ ആസാദി എന്ന് പറയുന്ന കൃതി. ആസാദി, ഫ്രീഡം, ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന അരുന്ധതി റോയിയുടെ കൃതി കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത 18ാമത്തെ ചോദ്യം, 65ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ തുളുവിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ച അഭയസിംഹ സംവിധാനം ചെയ്തിട്ടുള്ള തുളു ഭാഷാ ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളാണ് സുഗന്ധിയും മാധവനും. തീരദേശ കർണാടകയിലെ മെഗാവീര കമ്മ്യൂണിറ്റിയുടെ പശ്ചാത്തലത്തിൽ വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൻ്റെ പുനരാഖ്യാനമായ ഈ ചിത്രത്തിൻ്റെ പേരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പടായി എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. പടായി. ഓക്കെ, പടായി. 65ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ തുളുവിലെ മികച്ച ഫീച്ചർ ഫിലിമാണെന്ത്? പടായി. അടുത്ത WWW വേൾഡ് വൈഡ് വെബിൻ്റെ കണ്ടുപിടുത്തം ആരാണ് നടത്തിയെന്ന് ചോദിച്ചാൽ ടിം ബെർണേഴ്സ്-ലീ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, നമുക്കറിയാം. അടുത്തത് നമുക്ക് എന്താണ്? എന്തിൻ്റെ ഡാഷ് എന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ എന്താണ്? ആമസോൺ വെബ് സേവനം, EC2 അല്ലെ, ആമസോൺ വെബ് സേവനം. ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത മാക്സ് ആണ്. 21ൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 21ൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 21ൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 22ൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 23ൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 24 ഓപ്ഷൻ എ ആണ്. അടുത്ത 25ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 26 ഓപ്ഷൻ ഡി ആണ്. 27ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ നമ്മളെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അടുത്ത 28ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 29 ഓപ്ഷൻ ഡി ആണ്. 30ാമത്തത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 31 ശരി ഉത്തരമായിട്ട് വരുന്നത് എന്തെന്നാണ്? ഓപ്ഷൻ ബി ആണ് 31ൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 32. ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അടുത്ത 32ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. അതുപോലെ തന്നെ 33 ഓപ്ഷൻ ഡി ആണ്. 34 ഓപ്ഷൻ എ ആണ് വരേണ്ടത് ശരി ഉത്തരം. 35ൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 36 സി ആണ്. 37 മണി ബില്ലിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? നികുതി മാറ്റുക, അതുപോലെ തന്നെ ടാക്സ് ഇല്ലാതാക്കുക, ടാക്സിനെ നിയന്ത്രിക്കുക, ഫൈൻ നൽകുക. അപ്പോൾ ഇതിൽ ഫൈൻ നൽകുക എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം.
അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. പട്ടിക 1-ലും പട്ടിക 2-ലും നൽകിയ ടാക്സേഷൻ സബ്ജക്റ്റിൻ്റെ ഭരണഘടനയുടെ ഷെഡ്യൂൾ 7 ഇനം തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് പട്ടികയിൽ കൺകറണ്ട് പട്ടികയിൽ ഹെഡ് ഓഫ് നികുതി ഇല്ല. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഏതിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സബ്ജക്റ്റ് വൈസും എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ക്രമത്തിൽ ഏത് ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാഹോദര്യം, സ്വാതന്ത്ര്യം, പരമാധികാരം, സമത്വം. നമുക്കറിയാം ഇതിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്, പരമാധികാരം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ. പരമാധികാരം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയിൽ ഇത് കൊടുത്തിട്ടുള്ളത്. അതുവരെ ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ. അടുത്ത 40ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. അടുത്ത 41 ആണെങ്കിൽ ഓപ്ഷൻ എ ആണ്. 42 ഓപ്ഷൻ സി ആണ്. 43 ഓപ്ഷൻ എ ആണ്. 44 ബി ആണ്. 45ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 45 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 46 ഡി ആണ്. 47 എ ആണ്. 48 എ ആണ്. 49 എ ആണ്. അടുത്ത് 50ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 51 സി ആണ്. 52 ബി ആണ്. 53 എ. 54 ഡി. 55ാമത്തെ ചോദ്യം നോക്കാം. 55 ബി ആണ്. 56 സി. 57 എ. 58 എ. 59 എ. 60ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 60ാമത്തെ ചോദ്യം. 61 ബി ആണ്. 62 സി ആണ്. 63 ഡി. 64 എ. അടുത്ത് 65 സി ആണ്. 66 ഡി. 67 ബി. 68 സി. 69 സി ആണ് വരേണ്ടത്. 70ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. 71 എ ആണ്. 72 ബി. 73 ഡി ആണ്. 74ാമത്തത് എ ആണ്. 75 എ. 76 ബി. 77 സി. 78 ഡി. 79 ഡി. 80 എ. അടുത്ത ഇംഗ്ലീഷ് ആണ്. 81 പാസീവ് വോയിസിൽ എഴുതാനാണ്. ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറയുന്നതിന് ഫ്രഞ്ച് ഈസ് സ്പോക്കൺ ബൈ ദം. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ദ എക്സിബിഷൻ, വിസിറ്റ് ദ എക്സിബിഷൻ. ദ പോലീസ് ഡാഷ് 4 thieves ലാസ്റ്റ് നൈറ്റ്, കോട്ട് 4 thieves എന്നാണ് വരേണ്ടത്. അടുത്ത 84 എന്താണ്, പ്രാക്ടിക്കൽ വർക്ക് ഇൻക്ലൂഡിങ് 50 hours ഓഫ് സ്ട്രക്ചറൽ ഇൻറ്റേൺഷിപ്പ് ടു മെയിൻറ്റെയിൻ പ്രോജക്റ്റ്. ഇതിൽ എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എറർ 1 and 3. അപ്പോൾ ഇതിൽ 1ഉം 3ഉമാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. 85 വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 86 ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 87 ദ ഫെമിനിൻ ജെൻഡർ ഓഫ് വേൾഡ് ടെസ്റ്റേറ്റർ അല്ലേ. ടെസ്റ്റേറ്റർ എന്ന് പറയുന്നതിൻ്റെ ഫെമിനിൻ വേർഡ് കണ്ടല്ലോ, ടെസ്റ്റേട്രിക്സ് എന്നാണ് വരേണ്ടത്. അതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, സ്പെല്ലിംഗ് ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. TESTATRIS. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ സ്പെല്ലിംഗ് വരേണ്ടത്. 88 ബി ആണ്. 89 ഡി ആണ്. 90ാമത്തത് ഓപ്ഷൻ എ ആണ്. 91 താഴെ പറയുന്നവയിൽ പ്രയോജിക ക്രിയാരൂപം അല്ലാത്തത് ഏതെന്നാണ് ഇല്ലാത്ത പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നേടുന്നു എന്ന് പറയുന്ന പദമാണ് ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. 92 ഡി ആണ്. 93 സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിന് ശരിയായ രൂപം ഏത്, രുക്മിണി അല്ലേ. താഴെ പറയുന്ന പ്രയോഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അഭിനേതാവ് എന്ന് പറയുന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് അഭിനേത്രി. അതുപോലെ തന്നെ ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ തർക്ക വിഷയം, ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ തർക്ക വിഷയം എന്നാണ്. 97 കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥമുള്ള എന്താണ്, ദിദിക്ഷു അല്ലേ, ദിദിക്ഷു. അതുപോലെ തന്നെ 98 എൻ്റെ പ്ലസ് നിൻ്റെ പ്ലസ് ഇവ ചേർത്ത് എഴുതുമ്പോൾ ലഭിക്കുന്ന എന്താണ്, ഓപ്ഷൻ 2 മാത്രമാണ് ശരി. എന്താണ്, എൻ്റെയും നിൻ്റെയും അല്ലേ. എൻ്റെ പ്ലസും എൻ്റെയും, നിൻ്റെ പ്ലസും നിൻ്റെയും അല്ലേ. 99 എ ആണ് ശരി ഉത്തരം. 100ാമത്തതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ തണ്ട് അധികം താറാണ് തണ്ടാർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഇന്നത്തെ എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 100 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും ക്വസ്റ്റ്യൻ പേപ്പറും വിത്ത് ഈ ഒരു നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ആൻസർ കീയും നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവർ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഞാനിപ്പോൾ ലാസ്റ്റിൽ കൊടുത്തേക്കാം. ആ ക്ലാസ് തീർച്ചയായിട്ടും എല്ലാവരും കാണണം. വരുന്ന PSC പരീക്ഷകൾക്കെല്ലാം ഇതിനകത്ത് തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടാവും. 2022 ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.